നമ്മോടൊപ്പം ഡോക്ടർ അൽത്താഫ് ചേരുന്നുണ്ട്, ആരോഗ്യ വിദഗ്ധൻ. ഡോക്ടർ നമസ്കാരം. ഈ നിപ്പ വ്യാപനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 2018 മുതൽ നമുക്ക് അറിയുന്നതാണ് നിപ്പയെക്കുറിച്ച്. പക്ഷേ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് എവിടെ നിന്ന് ഇത് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. വവ്വാലുകളിൽ നിന്നും വരുന്നു, പഴങ്ങൾ കഴിക്കുന്നതിലൂടെയൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴും ഒരു നിശ്ചിത വിഭാഗത്തിലേക്ക് മാത്രം ഇത് വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു കാരണം പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ICMR നേതൃത്വത്തിലും NCDC നേതൃത്വത്തിലും എല്ലാം തന്നെ വിശദമായ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു രോഗപകർച്ചയുടെ കാരണം കണ്ടെത്താതെ നമുക്കിത് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ സാധ്യമല്ല. പക്ഷെ അതേസമയം ഒരേ സമയം നമുക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇക്കാര്യത്തിൽ കുറെ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിപ്പ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഇതിനെക്കുറിച്ചും ബോധവൽക്കരിക്കാനും ഇതിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതേസമയം ഇതിന്റെ രോഗപകർച്ചയുടെ കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അതുപോലെ കൃത്യമായ ചികിത്സ ഇതുവരെ ചികിത്സയോ വാക്സിനോ ഇതുവരെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ള വെല്ലുവിളികൾ. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2018 മുതൽ ഉണ്ടായ 7 ഔട്ട്ബ്രേക്കുകളിൽ ഈ വർഷത്തെ ഔട്ട്ബ്രേക്കിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരേ സമയം ഒന്നിലേറെ ഇടങ്ങളിൽ പ്രൈമറി കേസുകൾ, അതായത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് പകരുന്ന രീതിയിലുള്ള കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള സാഹചര്യം തെളിവുകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരുന്ന രീതിയല്ല. സാധാരണഗതിയിൽ ഒരു ഔട്ട്ബ്രേക്കിൽ ആദ്യം ഒരു രോഗിക്ക് പ്രകൃതിയിൽ നിന്ന് അത് വവ്വാലിൽ നേരിട്ടോ അല്ലാതെ പഴവർഗ്ഗങ്ങളിലൂടെയോ മറ്റേതെങ്കിലും ജന്തുജീവജാലങ്ങളിലൂടെയോ പകരുന്ന ഒരു സാഹചര്യം, അതിൽ ആ രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുകയാണ് സാധാരണ ചെയ്യുന്നത് ഒരു ഔട്ട്ബ്രേക്കിൽ. പക്ഷെ ഇവിടെ ഇപ്പൊ കാണുന്നത് ഓരോരുത്തർക്കും നേരിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇതുവരെയുള്ള തെളിവുകൾ കാണിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ മസ്തിഷ്ക ജ്വരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും തന്നെ നമുക്ക് കൂടുതൽ നിപ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇന്നലെ തന്നെ സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ വടക്കൻ 6 ജില്ലകളിൽ ഉള്ള ഒരു സമാന ലക്ഷണങ്ങളുള്ള പനിയോ മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളുള്ള രോഗികളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും മറ്റ് സർക്കാർ ആശുപത്രികളിലും തീർച്ചയായിട്ടും അതിൽ നിപ പരിശോധന ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ കേസുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട്. രോഗപകർച്ചയുടെ കൃത്യമായ കാരണം കണ്ടെത്തും വരെ നമുക്ക് ഇക്കാര്യത്തിൽ വിഷമമില്ലാതെ അത് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഒരു സംശയം, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് മരിച്ച അദ്ദേഹം തന്നെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടൊക്കെ ചികിത്സ തേടുകയായിരുന്നു. അത്തരത്തിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇത്തരം ഈ നിപ വൈറസ് ഇൻഫെക്ഷന്റെ സിംറ്റംസും ഈ പറയുന്ന പോലെയുള്ള പല അസുഖങ്ങളുടെയും സിംറ്റംസും ഒക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്കൊരു സാധാരണ പനിയെന്നോ അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷനോ എന്ന തരത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി തള്ളിക്കളയാം. നമ്മൾ ചിലപ്പോൾ പാരസെറ്റമോൾ, ഡോളോ, നമ്മുടെ കൈവശമുള്ള മരുന്നുകൾ ഉപയോഗിച്ചൊക്കെ അത് ചികിത്സപ്പെടുത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു വലിയ അപകടത്തിലേക്ക് വഴിവെക്കുകയല്ലേ? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം. ഒന്ന്, കേരളത്തിലുള്ള മുഴുവൻ പേരും അതിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കൂടുതൽ ജാഗ്രത വേണ്ടത് ഇന്നലെ സർക്കാർ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയതുപോലെ 6 ജില്ലകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകൾ ഏറ്റവും പ്രധാനമായിട്ടും, മറ്റ് ജില്ലകൾ കോഴിക്കോട്, തൃശ്ശൂർ പോലുള്ള കണ്ണൂർ ജില്ലകളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ, ഈ സമാന ലക്ഷണങ്ങളുള്ളവർ, അവർ ആശുപത്രി തീർച്ചയായിട്ടും ഇതുപോലെ പനിയായിട്ടായിരിക്കും സാധാരണ നിപ രോഗം എല്ലാവർക്കും തുടങ്ങുക. അപ്പൊ പനി ചികിത്സയ്ക്ക് സ്വയം ചികിത്സ ഒഴിവാക്കുകയും കഴിവതും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചതിന് ശേഷം ചികിത്സയ്ക്ക് വിധേയമാകുകയും ചെയ്യുക, പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിധേയമാകുകയും ചെയ്യുക. അതുപോലെ ആശുപത്രികളിൽ പോകുമ്പോൾ രോഗികളും കൂട്ടിരിപ്പുകാരും കൂട്ടി പോകുന്ന എല്ലാവരും തന്നെ മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവിടെ ഇപ്പം നമുക്ക് ആശുപത്രിയിൽ പോകുന്ന ഒരാൾക്ക് തൊട്ടടുത്ത രോഗിക്ക് നിപ രോഗമുണ്ടെങ്കിൽ അയാളിൽ നിന്ന് മറ്റുള്ള തൊട്ടടുത്ത രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ പകരാനുള്ള സാധ്യത, ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ. ആശുപത്രിയിൽ പോകുന്ന എല്ലാവരും തന്നെ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ മാത്രമേ സാധാരണ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രൈമറി കേസിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രീതി അത് കൂടുതലും ആശുപത്രികളിൽ വെച്ചാണ് പകർന്നിട്ടുള്ള നേരത്തെയുള്ള എല്ലാം. ആശുപത്രികൾ ഇൻ ഹോസ്പിറ്റൽ ട്രാൻസ്മിഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകുന്ന എല്ലാവരും തന്നെ മാസ്ക് ധരിക്കുകയും അതുപോലെ അനാവശ്യമായിട്ട് ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക, ആശുപത്രികളിലെ ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ചോദിച്ചതുപോലെ ഈ പനി സമാന ലക്ഷണങ്ങളുള്ള എല്ലാവരും ഒരു ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ കണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിശോധനകൾ നടത്തി മാത്രം ചികിത്സയ്ക്ക് വിധേയമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്.
താങ്ക് യു ഡോക്ടർ, വളരെ നന്ദി. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യം. ചെറിയ ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ പോലും അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ അൽത്താഫാണ് നമ്മോട് സംസാരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.